നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മൊബൈൽ ഗെയിമുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികളെ നാം പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. എന്നാൽ മൊബൈൽ ഗെയിമിനോടുള്ള ആസക്തി കാരണം ഇവിടെ പണി കിട്ടിയിരിക്കുന്നത് ഒരു കത്തോലിക്ക പുരോഹിതനാണ്. ഗെയിം കളിക്കുന്നതിനായി പള്ളി ഫണ്ടിൽ പണം തട്ടിയതിനെ തുടർന്ന് പുരോഹിതൻ അടുത്തിടെ അറസ്റ്റിലാവുകയായിരുന്നു. റെവറൻ ലോറൻസ് കൊസാക്ക് എന്ന കത്തോലിക്ക പുരോഹിതനാണ് അറസ്റ്റിലായത്. ക്യാൻഡി ക്രഷ്, മാരിയോ കാർട്ട് തുടങ്ങിയ ഗെയിമുകൾ കളിക്കുന്നതിനായി $40,000 പള്ളി ഫണ്ടിൽ നിന്നും ഇയാൾ മോഷ്ടിച്ചതായി കണ്ടെത്തുകയായിരുന്നു. കൂടാതെ പള്ളിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് കൊസാക്ക് ഗെയിമിനുള്ള ബില്ലുകൾ അടച്ചത്. പള്ളിയുടെ ഫണ്ടിൽ നിന്ന് വൈദികൻ പണം തട്ടിയ കാര്യം 2022 പുറത്തറിയുന്നത്. തുടർന്ന് സെന്റ് തോമസ് മോർ ചർച്ചിലെ ചുമതലകളിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ 2024 ഏപ്രിൽ 25 പുരോഹിതൻ പള്ളിയുടെ ഫണ്ടിൽ നിന്നും പണം തട്ടിയതായി സ്ഥിരീകരിച്ച് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. താൻ മൊബൈൽ ഗെയിമുകളോട് ആസക്തിയുള്ള വ്യക്തിയാണെന്നും ഇതിനായി വൈദ്യസഹായം തേടുകയാണെന്നും പുരോഹിതൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. കൂടാതെ പള്ളിയുടെ ക്രെഡിറ്റ് കാർഡ് മനഃപൂർവ്വം ഉപയോഗിച്ചിട്ടില്ലെന്നും പള്ളിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി അവരുടെ അക്കൗണ്ട് തൻ്റെ മൊബൈലിൽ ഉപയോഗിച്ചിരുന്നതിനാൽ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചതാണെന്നുമാണ് വൈദികന്റെ വാദം. അതേസമയം സംഭവത്തെ തുടർന്ന് പള്ളിയുടെ അക്കൗണ്ടിലേക്ക് കൊസാക്ക് തൻ്റെ സ്വകാര്യ ഫണ്ടിൽ നിന്ന് $10,000 നൽകിയിരുന്നതായും റിപ്പോർട്ടുണ്ട്. കൂടാതെ അറസ്റ്റിന് ശേഷം ഇദ്ദേഹം ക്ഷമ പറയുകയും 6 ലക്ഷത്തിന് ചെക്ക് പള്ളിക്ക് നഷ്ടപരിഹാരമായി നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്.